ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 3% ഉയർന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ച ഡിഫൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 16%, 6 മാസം കൊണ്ട് 26%-നടുത്തും റിട്ടേൺ നൽകി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബുളിഷ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 23% അപ്സൈഡിൽ 6,475 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ജെഫ്രീസ് മാത്രമല്ല, നൊമൂറ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും 20% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി എയർക്രാഫ്റ്റ് ഡെലിവറി വഴിയും എയർക്രാഫ്റ്റ് സർവീസ് വഴിയും 8 മുതൽ 10% വളർച്ച ഈ വർഷം കൈവരിച്ചേക്കുമെന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഇക്കഴിഞ്ഞ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പല യുദ്ധോപകരണങ്ങൾക്കും പ്രധാനമന്ത്രി പ്രത്യേകം പ്രശംസിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റയർ ഡിഫൻസ് സെക്ടറിൽ ഒരു ഉണർവ് പ്രകടമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്ട്രോങ് ഓർഡർ ബുക്കും ഡിഫൻസ് സെക്ടറിൽ വന്നിരിക്കുന്ന ഉണർവിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം നിലനിൽക്കും എന്നാണ് ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 2026-2030 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 1,89,000 കോടി രൂപയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. കൂടാതെ 2.5 ട്രില്യൺ രൂപയുടെ ഓർഡറുകൾ പൈപ്പ് ലൈനിലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2028 വരെ കമ്പനി മികച്ച രീതിയിലുള്ള വളർച്ച കൈവരിച്ചേക്കാൻ അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള വളർച്ച നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രധാന ഓർഡറുകൾ നമ്മൾ പരിശോധിച്ചാൽ അഡ്വാൻസ്ഡ് ഹെലികോപ്റ്ററുകൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും സുഖോയ് എയർക്രാഫ്റ്റിൻ്റെ അപ്ഗ്രേഡേഷനുമായി ബന്ധപ്പെട്ട ഓർഡറുകളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്കുണ്ട്. 2026 ഫിനാൻഷ്യൽ ഇയറിൽ 8 മുതൽ 9% CAGR കൂടിയുള്ള വളർച്ച കമ്പനി കൈവരിച്ചേക്കും. കൂടാതെ GE എന്ന കമ്പനി തേജസ് മാർക്ക് 2 ആവശ്യമായിട്ടുള്ള എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതോടുകൂടി തേജസ് മാർക്ക് 2 ഡെലിവറി ഉയരാനും സാധ്യതയുണ്ട്. ഇതൊക്കെ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിനെ ഇംപ്രൂവ് ചെയ്യുമെന്നും ഏണിംഗ് പെർ ഷെയറിൽ 3% വളർച്ച കൈവരിക്കുമെന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് സമാനമായ റിപ്പോർട്ട് തന്നെയാണ് നൊമൂറയും പുറത്തുവിട്ടിരിക്കുന്നത്. നൊമൂറ 8 മുതൽ 10% വളർച്ചയുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 6,100 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 20% CAGR കൂടിയുള്ള വളർച്ച 2025 മുതൽ 28 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് നൊമൂറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓർഡർ ബുക്കിൽ 101% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടി 62,700 കോടി രൂപയുടെയും സുഖോയ് എയർക്രാഫ്റ്റിൻ്റെ അപ്ഗ്രേഡേഷനുമായി ബന്ധപ്പെട്ട് 12,600 കോടി രൂപയുടെയും ഓർഡറാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 25 മുതൽ 28 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ 59% CAGR കൂടി കമ്പനിയുടെ മാനുഫാക്ചറിംഗ് റവന്യൂ ഉയരാൻ സാധ്യതയുണ്ടെന്നും നൊമൂറയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏകദേശം 97 യൂണിറ്റ് LCA അതായത് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും കമ്പനിക്കുണ്ട്. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്ട്രോങ് ആണ്. ഇന്ന് 5,000-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രേക്കൗട്ട് വന്ന് 5,280, 5,500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും അവിടെ നിന്നും ഫർദർ ബ്രേക്കൗട്ട് ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫർദർ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും സ്ട്രോങ് ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 3 ക്യാൻഡിലുകളാണ് കഴിഞ്ഞ 3 മാസമായി ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഷോർട്ട് ടൈമിലേക്ക് സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള റെയിൽവേ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് RVNL ഇന്ന് 412 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 647, 52 വീക്കിലോ 301. റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴും ചില കമ്പനികൾ മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടപ്പോഴും RVNLൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒരൽപ്പം നിരാശാജനകമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും 4%-ലധികം ഇടിവ് വന്നിട്ടുണ്ട്. 478 കോടിയിൽ നിന്നും 459 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ കമ്പനിയുടെ റവന്യൂ 6,714 കോടിയിൽ നിന്നും 6,427 കോടിയിലേക്കെത്തി. കൂടാതെ ടോട്ടൽ എക്സ്പെൻസിൽ 4.5% ഇടിവ് വരികയും ചെയ്തു. RVNL എന്ന കമ്പനി ₹1.72 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ RVNL എന്ന സ്റ്റോക്ക് ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 200%-നടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ഇയർ ടിൽ ഡേറ്റിൽ 3% നെഗറ്റീവ് റിട്ടേണും കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ അതായത് ഒരാഴ്ച കൊണ്ട് 10%-നടുത്ത് റിട്ടേൺ നൽകി. RVNL എന്ന കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ്
പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. സിഗ്നലിംഗ്, ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടതും ഇലക്ട്രിക് ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതും സെക്ഷൻ കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ് തുടങ്ങിയവ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതുമായ പല ഓർഡറുകളും RVNL എന്ന കമ്പനിക്ക് തുടർച്ചയായി ലഭിക്കുന്നുണ്ട്. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 400 ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കും. 390 അതിനുശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. സ്റ്റോക്കിൽ പ്രൈസ് റിജക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ വീക്ക്ലി പാറ്റേണിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ 400 എന്ന ലെവലിനെ സ്റ്റോക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 480 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി വരും സമയങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്